Hello friends, welcome back to Aray's World. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പിങ്ക് ലഡു ആണ്. ഫയർലെസ് കുക്കിംഗ് റെസിപ്പിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ലഡു ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ കളർഫുൾ ആയിട്ടുള്ള ലഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അറേസ് ഫാമിലി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ലഡു ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മെയിനായിട്ട് എടുക്കുന്നത് 4 പീസ് ബ്രെഡാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് റോസ് എസൻസ് ആണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിനി ഈ ബ്രെഡിനൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ ബ്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ബ്രെഡെല്ലാം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഈ ബ്രെഡ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്നൊരു 2-3 ടീസ്പൂൺ ബ്രെഡ് പൗഡർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് നമുക്ക് അവസാനം അതിലേക്കൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേകിച്ച് അളവൊന്നും ഞാനിവിടെ പറയുന്നില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കട്ടിയായിട്ട് വരണം. അതായത് നമ്മുടെ ഈ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ റോസ് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8 തുള്ളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ സിറപ്പ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എന്നിട്ടിത് ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജ് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൈ കൊണ്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ റോസിൻ്റെ കളറ് ഈ ബ്രെഡ് പൗഡറിൽ മൊത്തം ആവുന്ന രീതിയിൽ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ലഡുയുടെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇത് നല്ല പിങ്ക് കളറായിട്ട് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബ്രെഡ് പൗഡറിലേക്ക് ഇട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലഡു ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചെറിയാണ് എടുക്കുന്നത്. ഒരു ചെറിയുടെ പകുതി കട്ട് ചെയ്തിട്ട് ആ പകുതി ഭാഗമാണ് ഓരോരോ ലഡുവിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത പിസ്തയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പിങ്ക് ലഡു ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ തരുന്ന കമൻറ്റും ലൈക്കുമാണ് എനിക്ക് ഇനിയും നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും വളരെയധികം യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ അറേസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായി കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.